മനോഹരമായ യാത്ര എന്നത് കാശ്മീരിലേക്കും മണാലിയിലേക്കും മാത്രമുള്ളതല്ല. ആസ്വദിക്കാൻ മനസ്സുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്കുള്ള യാത്ര പോലും മനോഹരമാണ്. യാത്രകൾ തുടങ്ങുകയാണ്. നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ? നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊതിയൂറി നിന്നില്ലേ? കണ്ണാരം പൊത്തിയൊളിച്ചും പുന്നാരം കണ്ടുപിടിച്ചും ആഞ്ഞിലെ മൂട്ടിലൊളിച്ചു കളിച്ചില്ലേ? ഈ നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ? നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊതിയൂറി നിന്നില്ലേ? ചെമ്മുകിലാടയണിഞ്ഞൊരു മാനം പുഞ്ചിരി തന്നില്ലേ? ചന്ദ്രനിലാവിലലിഞ്ഞൊരു രാവിൻ ചന്തമുറഞ്ഞില്ലേ? കണ്ണാന്തളിക്കാവിൽ കളിയാട്ടം കണ്ടില്ലേ? മഞ്ചാടിപ്പല്ലാങ്കുഴി കൊണ്ടു നടന്നില്ലേ? കതിരോലകളാടി മതിച്ചു രസിക്കണ പാടം പൂത്തില്ലേ? നാട്ടുവഴിയിലെ കാറ്റുമൂളണ നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊതിയൂറി നിന്നില്ലേ? മഞ്ഞല മാഞ്ഞു വരും മഴയോ മുടി മാടിയൊതുക്കില്ലേ? പാദസരങ്ങളണിഞ്ഞൊരു പൂമ്പുഴ മാടി വിളിച്ചില്ലേ? ചുണ്ടിൽ ചിരിചോരും മരിമുല്ല പെൺകൊടിയേ. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അങ്ങോട്ട് വലിയൊരു തോട്ടം. നമുക്ക് അങ്ങോട്ട് പോകുന്നൊരു കുറച്ച് പോയാൽ നമുക്ക് ഇവിടെ എത്താട്ടോ. പോവാ. പാട്ടു കേട്ടില്ലേ? നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊടിയൂറി നിന്നില്ലേ? കണ്ണാരം പൊത്തിയൊളിച്ചും പുന്നാരം കണ്ടുപിടിച്ചും ആഞ്ഞിലെ മൂട്ടിലൊളിച്ചു കളിച്ചില്ലേ? നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ? നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊതിയൂറി നിന്നില്ലേ? കണ്ണാരം പൊത്തിയൊളിച്ചും പുന്നാരം കണ്ടുപിടിച്ചും ആഞ്ഞിലെ മൂട്ടിലൊളിച്ചു കളിച്ചില്ലേ? ഈ തിരക്കു പിടിച്ച ജീവിതത്തിൽ മലയാളിക്ക് നഷ്ടപ്പെട്ട ഗ്രാമക്കാഴ്ചകൾ നമ്മളിലൂടെ തിരച്ചെടുക്കാം. ഏതു ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൽ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂക്കളും.